നമസ്കാരം. നമ്മുടെ നാട്ടിൽ പലതരം കമ്മീഷനുകളുണ്ട്. പലപ്പോഴും ഈ കമ്മീഷനുകൾ എന്തിനാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരാറുണ്ട്. എങ്കിലും ഒരുപാട് കമ്മീഷനുകൾ, വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്, ഒരുപാട് കമ്മീഷനുകൾ, എണ്ണമറ്റ കമ്മീഷനുകൾ. ഇപ്പോൾ ഭക്ഷ്യ കമ്മീഷൻ, ഒരുപാട് കമ്മീഷനുകളുണ്ട്. ഇതിനിടയിൽ ഒരു കമ്മീഷൻ, പല കമ്മീഷനുകളും പലപ്പോഴും ഒരു കടലാസ് സംഘടനയായി തീരുകയും പലപ്പോഴും അവരുടെ ആവശ്യമായ നടപടികൾ എടുക്കാതിരിക്കുകയും എടുത്താൽ തന്നെ അതിന് ഫലമില്ലാതെ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒടുവിൽ ഒരു കമ്മീഷൻ്റെ ഇന്നലത്തെ പത്രവാർത്ത അനുസരിച്ച്, ഇന്നലത്തെ മാധ്യമ വാർത്തകൾ അനുസരിച്ച് ഒരു കമ്മീഷൻ അങ്ങേയറ്റം പരിഹാസ്യമായി തീർന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് ഇന്ന്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ KV മനോജ് കുമാറിൻ്റെ ഒരു പുതിയ ഉത്തരവ്, ആ ഉത്തരവ് എന്തുമാത്രം പരിഹാസ്യമാണെന്ന് അദ്ദേഹത്തിനോ ആ കമ്മീഷൻ്റെ ചുമതല വഹിക്കുന്നവർക്കോ മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. കാര്യം ഇതാണ്. കണ്ണൂരിലെ തോട്ടടയിൽ ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ബാലാവകാശ കമ്മീഷന് ഒരു പരാതി അയച്ചു. പരാതി എന്താണ്? ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ വാർഷികം രാത്രി വെച്ചു. രാത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ആണ് സ്കൂൾ വാർഷികം ആരംഭിച്ചത്. എന്നിട്ടത് പുലർച്ചെ 1 മണി വരെയൊക്കെ നീണ്ടു. മാത്രമല്ല, ഈ 6 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾ കലാപരിപാടിക്ക് വേണ്ടി, 6 മണിക്ക് ആരംഭിക്കുന്ന വാർഷിക പരിപാടിയിലെ കലാപരിപാടിക്ക് വേണ്ടി പകൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരുങ്ങി നിന്നു. എന്നിട്ട് അവർക്ക് ക്ഷീണം, ദാഹം, കുട്ടിക്ക് വലിയ സ്ട്രെയിനായി, കഷ്ടപ്പാടായി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ആ സ്കൂളിൻ്റെ രക്ഷിതാവെന്ന നിലയിൽ ആ സ്കൂളിൻ്റെ വാർഷികം ആലോചിക്കുമ്പോൾ തൊട്ട് അദ്ദേഹത്തിന് ഇടപെടാവുന്നതും അവിടെ ഇടപെട്ട് പരിഹരിക്കാവുന്നതും വളരെ സിമ്പിളായിട്ട് പരിഹാരം കാണാവുന്നതുമാണ്. അതിന് പകരം അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹം സംസ്ഥാന ബാലാവകാശ കമ്മീഷന് പരാതി അയച്ചു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അത് ഫയലിൽ സ്വീകരിച്ച് ഉടനെ ഉത്തരവിട്ടു. ഉത്തരവ് എന്താണ്? ആർക്കാണ് ഉത്തരവ്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടിയന്തരമായി കൽപ്പന പുറപ്പെടുവിക്കണം, GO പുറപ്പെടുവിക്കണം. എന്തായിരിക്കണം അതിൽ? താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, എന്താണ്? സ്കൂൾ വാർഷിക പരിപാടികൾ പ്രവൃത്തി ദിനങ്ങളിൽ പാടില്ല. ഒന്നാലോചിച്ചു, ഒരു സ്കൂളിൻ്റെ പ്രവൃത്തി ദിനങ്ങളാണ്. ഈ പരാതിക്കാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസം 30 മാർച്ച് മാസം 31 ഏപ്രിൽ 1 നടത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ മാർച്ച് 31 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കലണ്ടർ പ്രകാരം എല്ലാ സ്കൂളുകളിലെയും പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടക്കുന്ന ദിവസമാണ്. അത് പ്രവൃത്തി ദിവസമല്ല. എന്നിട്ട് ഉത്തരവിട്ടിരിക്കുന്നു, പ്രവൃത്തി ദിവസങ്ങളിൽ നടത്താൻ പാടില്ല, അവധി ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ വാർഷികം നടത്താൻ പാടുള്ളൂ, സ്കൂൾ വാർഷികം നടത്താൻ പാടുള്ളൂ എന്ന് ഉത്തരവിറക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അതാണ് ബാലാവകാശ കമ്മീഷൻ്റെ വിധിയാണത്. അതാണ് നമ്മൾ പറയുന്നത്. ഈ ജുഡീഷ്യൽ പവറുള്ള കമ്മീഷനുകളാണ് ഇതൊക്കെ. അവർക്ക് ഉത്തരവിട്ടാൽ അതിന് വലിയ കോടതിയുടെ വിലയാണ്, ജഡ്ജിയുടെ പദവിയാണ്. ഉത്തരവിട്ടിരിക്കുന്നത് ഈ പരിഹാസ്യമായ കാര്യത്തിനാണ്. വാർഷിക പരിപാടികൾ ഇനി മുതൽ ശനി ഞായറേ നടത്താവൂ. എന്തിന്? പ്രധാനപ്പെട്ട കാര്യം, സ്കൂളിൽ പരീക്ഷ നടക്കുമ്പോഴോ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിലോ വാർഷികം നടത്താറില്ല. പിന്നെ മാർച്ച് 31 ശേഷം തീർച്ചയായിട്ടും അവധിയാണ്. ഏപ്രിൽ അവധി ദിവസമല്ലേ? ഏപ്രിൽ ഏത് വർക്കിംഗ് ഡേ എടുത്താലും അവധി ദിവസമല്ലേ സ്കൂളുകൾക്ക്? ആ ദിവസങ്ങളിൽ പകൽ നടത്താൻ പാടില്ല, പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പ്രവൃത്തി ദിവസങ്ങളിൽ ഒന്നും ആലോചിക്കാതെയാണ്, എനിക്ക് തോന്നുന്നു യാതൊരു ആലോചനയും വീണ്ടും വിചാരവും ഇല്ലാത്ത ഉത്തരവാണ്. ഒന്ന്, പരിപാടികൾ പകൽ മാത്രമേ നടത്താവൂ. അതാണ്. ഇനി ശനിയും ഞായറും മാത്രമേ നടത്താവൂ. 2, പകൽ മാത്രമേ നടത്താവൂ. 3, വല്ല കാരണവശാലും വാർഷിക പരിപാടികൾ നീണ്ടുപോയാൽ രാത്രി 9:30 മുമ്പ് അവസാനിപ്പിച്ചിരിക്കണം. ഒരു കാരണവശാലും 9:30 ശേഷം പരിപാടികൾ നടത്താൻ പാടില്ല, സ്കൂൾ വാർഷിക പരിപാടികൾ. എന്തൊരു പരിഹാസ്യമാണെന്ന് ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കൂ. കാരണം ഈ കുട്ടികൾക്കൊക്കെ രാത്രി 9:30-ക്കും 10 മണിക്കൊക്കെ ഒരു ദിവസമല്ലേ കൊല്ലത്തിലെ വാർഷികം എന്ന് പറയുന്നത്? ഇദ്ദേഹം എന്താണ്, ഈ കമ്മീഷൻ എന്താ ധരിച്ചത്? എന്നും വാർഷികമാണോ എന്നാണോ? കൊല്ലത്തിൽ ഒരിക്കൽ രാത്രി വൈകിയും കലാപരിപാടികൾ ആസ്വദിക്കാൻ കുടുംബം മുഴുവൻ ചെന്നിരിക്കും, നാട്ടുകാർ മുഴുവൻ ഒത്തുകൂടും. കുട്ടികൾക്കും സന്തോഷമുള്ള കാര്യം. അവർക്ക് വെള്ളം കൊടുക്കണം, അവർ ക്ഷീണിക്കരുത്.
അവർ എന്തുമാത്രം താല്പര്യത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷേ ഒരു കൊല്ലം മുഴുവൻ പഠിച്ച കലാപരിപാടികളായിരിക്കും ഒരൊറ്റ രാത്രി അവതരിപ്പിക്കുന്നത്. അവർ തയ്യാറാണ്. കുട്ടികൾക്കില്ലാത്ത ഉത്കണ്ഠകളും ആകാംക്ഷയും പരിദേവനങ്ങളുമാണ് പല രക്ഷിതാക്കളും ഉന്നയിക്കുന്നത്. അതും അവിടെ ഇടപെടേണ്ട സമയത്ത് അതാത് നാട്ടിലെ സ്കൂളിൽ ഇടപെട്ട് പരിഹരിക്കുകയല്ല, ബാലാവകാശ കമ്മീഷന് പരാതി അയക്കുക. അതാണ് ഒന്ന്. അടുത്ത നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരിക്കലും പഠന പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. ഇദ്ദേഹമൊക്കെ ഈ ജഡ്ജിയൊക്കെ ഏത് ലോകത്താണ്? ഞങ്ങളൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ അധ്യാപകരായി കഴിഞ്ഞവരാണ്. പാഠ്യേതര പ്രവർത്തനം എന്താണ്? പഠന പ്രവർത്തനത്തിന് വിരുദ്ധമായ ഒന്നാണോ? പഠന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കലാപ്രവർത്തനങ്ങൾ, കലാമേളകൾ, സാഹിത്യോത്സവങ്ങൾ, വിദ്യാരംഗം കലാസാഹിത്യവേദി, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ തന്നെ പാഠ്യപ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ ജഡ്ജിമാർക്ക് എന്തോ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്കൂൾ കലണ്ടറിൽ കലോത്സവങ്ങൾ ഉണ്ടാകുന്നത്, കായിക ഉത്സവങ്ങൾ ഉണ്ടാകുന്നത്, ശാസ്ത്രമേളകൾ ഉണ്ടാകുന്നത്? ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലർ അല്ലേ? എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സ്കൂളിനകത്ത് ടൈം ടേബിളിൻ്റെ ഭാഗമായി നടക്കേണ്ടതല്ലാത്ത സവിശേഷമായ സ്കൂൾ കലണ്ടറിൽ ഉൾപ്പെട്ട് നടത്തുന്ന വാർഷിക തലത്തിലുള്ള പദ്ധതികൾക്കാണ് ഈ പറയുന്നത്. അല്ലാതെ അത് സ്കൂളിന് നിരക്കാത്തൊരു സാധനമല്ല. എല്ലാം സ്കൂളിൽ ഒന്നിനൊന്ന് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും. അത് ഈ ജഡ്ജിക്ക് മനസ്സിലാവാഞ്ഞാൽ എന്താ ചെയ്യുക? പാഠ്യേതര പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും വളർത്തുകയും സഹായിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഈ കാലവിരുദ്ധമായ ഉത്തരവിടുകയാണ്. വേറൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ സ്കൂള് പൊതുജനങ്ങൾക്ക് ക്ലബ്ബുകൾക്ക്, സാംസ്കാരിക സംഘടനകൾക്ക്, നാട്ടിലെ ആക്ടിവിറ്റീസിനൊന്നും അവധി ദിനത്തിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്താ സംശയമുള്ളത്? സ്കൂൾ പ്രവൃത്തി നടക്കുമ്പോൾ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? പ്രവൃത്തി ദിവസങ്ങളിൽ ഒട്ടും കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശം ഉണ്ടാവില്ല. കാരണം കേരളത്തിലെ ഒരുപാട് ഇദ്ദേഹത്തെക്കാൾ, ബാലാവകാശ കമ്മീഷനേക്കാൾ പവറുള്ള പലരും ഉത്തരവിടാറുണ്ട്. ഒന്ന്, ഗ്രാമസഭകൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കൊടുക്കാം, അതിനുവേണ്ടി പ്രത്യേകം അര ദിവസമെങ്കിലും സ്കൂളിന് അവധി കൊടുക്കാം. രണ്ട്, തിരഞ്ഞെടുപ്പിന് വേണ്ടി എത്ര ദിവസം വേണമെങ്കിലും കൊടുക്കാം. പോളിംഗ് ബൂത്തുകൾ, കൗണ്ടിംഗ് സ്റ്റേഷനുകൾക്കൊക്കെ കൊടുക്കാം. ഇദ്ദേഹം ഉത്തരവിട്ടാൽ നടപ്പാക്കാൻ പറ്റുമോ അത്? അതുകൊണ്ട് ഈ യാതൊരു ഭൂമിയിൽ എന്താണ് നടക്കുന്നത്, സ്കൂളിൽ എന്താണ് നടക്കുന്നത് എന്ന് യാതൊരു ധാരണയുമില്ലാത്ത ബാലാവകാശ കമ്മീഷനുകളെ ആരാണാവോ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പരിഹാസ്യമാകാൻ, ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യമാകാൻ പടച്ചുവിടുന്നത് എന്ന ചോദ്യമാണ്. ഈ സമയത്ത് ഇത്തരം കമ്മീഷനുകളെ നിയമിക്കുന്നതിന് മുമ്പ്, ബാലാവകാശ കമ്മീഷനുകളെയൊക്കെ നിയമിക്കുമ്പോൾ ബാലാവകാശ കമ്മീഷനുകളുടെയൊക്കെ ഒരു യോഗ്യതയും അവരുടെയൊക്കെ ഒരു പ്രവൃത്തി പരിചയവും, അവർക്ക് ഇമാതിരി മേഖലകൾ, കുട്ടികൾ എവിടെയൊക്കെയാണ് വ്യാപരിക്കുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ അംഗൻവാടി ടീച്ചർമാരിൽ നിന്നോ അല്ലെങ്കിൽ അംഗൻവാടി ICDS മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ, വിദ്യാഭ്യാസ പ്രവർത്തകനായ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എവിടെയൊക്കെയാണോ ഉള്ളത് അവരുടെയൊക്കെ മേഖലകളിൽ വ്യാപൃതരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിചയസമ്പന്നരായ ആരെങ്കിലുമൊക്കെ ഈ കമ്മീഷനിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ അവരൊക്കെ നിയമയോഗ്യത വെച്ചുകൊണ്ട് നിയമിച്ചാലുള്ള അപകടം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായിട്ട് വരുന്ന ആളുകളുടെ യോഗ്യത ഇത്രയൊക്കെ തന്നെ ആയിരിക്കും. അവർ ഇനിയും പരിഹാസ്യമാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പരിഹാസ്യരായ കമ്മീഷനുടെ വളം മിണ്ടാതിരുന്ന അത്രയും നല്ലത്. നല്ല ശമ്പളം വാങ്ങിയിട്ട്, ആവശ്യമായ അലവൻസും യാത്രാപ്പടിയൊക്കെ വാങ്ങിയിട്ട് സമാധാനമായിട്ട് ജീവിച്ചാൽ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കാതെ പോകാം. പ്രത്യേകിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു തലവേദന ഉണ്ടാക്കാതെ നോക്കിയാൽ നല്ലതാണ്. സ്കൂളുകൾ ഇപ്പോൾ പോകുന്ന മുറയിൽ കാര്യമായ അപകടമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഇനി ഈ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾക്കും കുട്ടികൾക്കും പുതിയ ഉപദ്രവങ്ങൾ ഇല്ലാതെ നോക്കിയാൽ മാത്രം മതിയാവും. നന്ദി, നമസ്കാരം.